3 മത്സരങ്ങളിൽ നേരിട്ട കടുത്ത വിമർശനങ്ങൾക്ക് ശേഷം 4ാം മത്സരത്തിൽ ഹോം ഗ്രൗണ്ടിൽ ഒരു സെഞ്ചുറി. അതിനുശേഷം CSK ഫാൻസിന് മുന്നിൽ ഒരു രജനീകാന്ത് സ്റ്റൈൽ പടയപ്പ സല്യൂട്ട്. കംബാക്കും ഫാൻസിനെ ഗൂസ്ബംസ് അടിപ്പിക്കലും ഇയാൾക്കൊരു പുത്തരിയല്ല. വിമർശകർ വീണ്ടും ഒരിക്കൽ കൂടി പേന താഴെ വെച്ചിരിക്കുന്നു. സഞ്ജു മറ്റൊരു മാസ് കംബാക്ക് കൂടി നടത്തിയിരിക്കുന്നു. ഒരു രജനീകാന്ത് സ്റ്റൈലിൽ പറഞ്ഞാൽ എപ്പോൾ വരുവേൻ എപ്പടി വരുവേന്ന് യാർക്കും തെരിയാത്. ആനാ വരവേണ്ടിയ നേരത്തിൽ കറക്റ്റാ വരുവേൻ. സഞ്ജു ഫോമിലല്ലാത്ത സമയത്ത് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞതും സഞ്ജു കറക്റ്റ് ടൈമിൽ വരുമെന്ന് തന്നെയായിരുന്നു. ആ പടയപ്പ സല്യൂട്ട് ഫ്ലെമിങ്ങിനുള്ളൊരു ട്രിബ്യൂട്ടാണെന്നാണ് മത്സരശേഷം സഞ്ജു പറഞ്ഞത്. ഇന്നലെ മത്സരം തുടങ്ങും വരെ ചെപ്പോക്കിൽ അറ്റ്മോസ്ഫിയർ ഇങ്ങനെയേ ആയിരുന്നില്ല. പതിവ് പോലെ ആരാധക കൂട്ടം ഗാലറി മഞ്ഞ പുതപ്പിച്ചിരുന്നുവെങ്കിലും ഒരു സംശയം അവിടെ തളം കെട്ടി നിന്നിരുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദിനൊപ്പം സഞ്ജു സാംസൺ ക്രീസിലേക്ക് നടന്നു തുടങ്ങിയപ്പോഴും വലിയ ആരവങ്ങളുണ്ടായിരുന്നില്ല. 2020 ലോകകപ്പിന് ശേഷമുള്ള ഹീറോയിക് പരിവേഷമെല്ലാം അയാൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. പോയ 3 ഇന്നിങ്സുകളിലും ഫോമിലാണെന്നതിൻ്റെ ഒരു ലാഞ്ചന പോലും നൽകിയില്ല. എന്നാൽ മറുവശത്തോ രാജസ്ഥാൻ റോയൽസ് തകർത്തടിക്കുകയാണ്. വൈഭവും ജയ്സോളും പരാഗുമെല്ലാം ചേർന്ന രാജസ്ഥാൻ മിന്നിത്തിളങ്ങുമ്പോൾ ചെന്നൈ ഒരു മത്സരം പോലും വിജയിക്കാതിരിക്കുന്നു. അതോടെ ആരാധകർക്കും സംശയങ്ങളായി. ചിലരത് സോഷ്യൽ മീഡിയകളിലൂടെ പരത്തുകയും ചെയ്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങുക, ചെന്നൈക്കും സഞ്ജുവിനുമുള്ള വെല്ലുവിളി അതായിരുന്നു. അങ്ങനെ മത്സരം തുടങ്ങി. ഋതുരാജ് ഗൈക്വാദ് റൺസ് കണ്ടെത്താൻ പാടുപെടുമ്പോൾ പവർ പ്ലേയിൽ റൺസ് അടിച്ചു കൂട്ടേണ്ട ഉത്തരവാദിത്തമെല്ലാം സഞ്ജു ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. പവർ പ്ലേയിലെ ഫീൽഡിംഗ് ആനുകൂല്യം കൃത്യമായി മുതലെടുത്തുള്ള ഷോട്ടുകളായിരുന്നു അത്. പവർ പ്ലേയിൽ സഞ്ജു കാര്യമായും ശ്രമിച്ചത് ബൗണ്ടറികൾക്കായാണ്. ഒരറ്റത്ത് ഋതുരാജിൻ്റെ ജോലി സഞ്ജുവിന് സ്ട്രൈക്ക് കൊടുക്കൽ മാത്രമായി മാറി. അല്ലെങ്കിൽ പവർ പ്ലേയിൽ തന്നെ ചെന്നൈ 100-നടുത്തൊരു സ്കോറിലേക്ക് ഉയരുമായിരുന്നു. പവർ പ്ലേക്ക് ശേഷം ആയുഷ് മാത്രം എത്തിയപ്പോൾ അത് സഞ്ജുവിന് പറ്റിയ കൂട്ടായിരുന്നു. അർദ്ധ സെഞ്ചുറിയിലെത്താൻ സഞ്ജുവിന് വേണ്ടി വന്നത് 25 പന്തുകൾ മാത്രം. CSKയിൽ ഇതുവരെ കണ്ട സഞ്ജു ന്യൂസിലാൻഡ് പരമ്പരയിലേതായിരുന്നുവെങ്കിൽ ഇന്നലെ കണ്ടത് ലോകകപ്പിൽ കണ്ട അതേ സഞ്ജുവിനെയാണ്. അതിനിടയിൽ അക്ഷർ പട്ടേലിൻ്റെ പന്തിൽ പാളിയൊരു ഷോട്ട് ഷനക നിലത്തിടുകയും ചെയ്തു. ആ ക്യാച്ച് ഡ്രോപ്പിന് പിന്നാലെ കമൻറ്റേറ്റർ പറഞ്ഞത് ദിസ് കുഡ് ബി ബിഗ് എന്നാണ്. അതുതന്നെ സംഭവിച്ചു. തൊട്ടടുത്ത പന്ത് തന്നെ സഞ്ജു ബൗണ്ടറിയിലേക്ക് പറത്തി. പിന്നീട് ഒരു അവസരവും കൊടുത്തില്ല. സ്പിന്നെന്നോ പേസെന്നോ വ്യത്യാസമില്ലാതെ ബാറ്റിൽ നിന്നും റൺസ് പ്രവഹിച്ചു കൊണ്ടേയിരുന്നു. അതിൽ തന്നെ കുൽദീപിനെതിരെ പറത്തിയൊരു സിക്സറുണ്ട് 11ാം ഓവറിൽ. സഞ്ജു എന്ന പ്രതിഭയുടെ കാലിബർ ഒപ്പിട്ടൊരു ഷോട്ടായിരുന്നത്. ഔട്ട്സൈഡ് ഓഫിലേക്ക് വന്ന പന്തിനെ സഞ്ജു എക്സ്ട്രാ കവറിലേക്ക് പറത്തിറക്കുമ്പോൾ കുൽദീപിന് പോലും അതൊട്ടും ഉൾക്കൊള്ളാനായില്ല എന്ന് ആ മുഖഭാവത്തിൽ വ്യക്തമായിരുന്നു. പിന്നെയും കണ്ടു ഒരുപാട് എണ്ണം പറഞ്ഞ ഷോട്ടുകൾ. ഒടുവിൽ എഡ്ജായി വന്നൊരു ഷോട്ടിലൂടെ സഞ്ജു സാംസൺ സെഞ്ചുറിക്കായി ബാറ്റുയർത്തി. ചെപ്പോക്കിലെ മഞ്ഞപ്പതാകകൾ പാറിപ്പറന്ന നേരം. ഇക്കുറി ഒരു സംശയവുമില്ലാതെ ചെപ്പോക്ക് എണീറ്റ് നിന്ന് കൈയടിച്ചു. IPLലെ തൻ്റെ 4ാം സെഞ്ചുറി. IPL 2026 സീസണിലെ ആദ്യ സെഞ്ചുറി. CSK ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റർ. IPL ചരിത്രത്തിൽ 3 വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്നിങ്ങനെ അനേകം തിളക്കങ്ങൾ ഈ ഇന്നിങ്സിനുണ്ടായിരുന്നു. സെഞ്ചുറിയും നോട്ടൗട്ടുമായി തിരിഞ്ഞു നടക്കുമ്പോൾ ഗാലറി ഒന്നാകെ സഞ്ജു എന്ന് ആർത്തു വിളിക്കുന്നത് കാണാമായിരുന്നു. ഈ ഇന്നിങ്സ് തനിക്ക് എത്രമാത്രം ആശ്വാസമാണെന്ന് സഞ്ജുവിൻ്റെ പ്രതികരണത്തിലുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾ എത്ര മികച്ച ഫോമിലാണെങ്കിലും രാജ്യത്തിനായി എത്ര മത്സരങ്ങൾ ജയിപ്പിച്ചാലും 2-3 പരാജയങ്ങൾ വന്നാൽ അത് മനസ്സിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഞാൻ ചെയ്യാൻ ശ്രമിച്ചതൊന്നേ ഉള്ളൂ, എൻ്റെ ബേസിക്സിലേക്ക് മടങ്ങി. എന്നിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് സ്കോർ ചെയ്യുക എന്നതായിരുന്നു ഞാൻ ചെയ്തത്. ഞാൻ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ തിരിച്ചു വരണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതും അതാണ്. എനിക്ക് 31 വയസ്സുണ്ട്. ഈ സ്പോർട്ടിൽ ഞാൻ ഏറെ സമയം ചെലവിട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ എൻ്റെ ബേസിക്സ് ഞാൻ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം, സഞ്ജു പറഞ്ഞു. കൂടാതെ ചെന്നൈ അറ്റ്മോസ്ഫിയർ താൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും സഞ്ജു പറഞ്ഞു നിർത്തി. 3 മത്സരങ്ങൾ തുടർച്ചയായി തോറ്റ ശേഷവും ഇന്നത്തെ മീറ്റിംഗ് വെറും 50 സെക്കൻഡ് മാത്രമായിരുന്നു. അതാണ് ഈ ഫ്രാഞ്ചൈസിയുടെ സ്വഭാവം. ഇത് ഞാനുമായി വളരെ ചേർന്നു പോകുന്ന ഒന്നാണ്, സഞ്ജു പറഞ്ഞു നിർത്തി. മറ്റൊന്ന്, ചെന്നൈയിൽ കോച്ച് ഫ്ലെമിംഗും സഞ്ജുവും തമ്മിൽ മികച്ചൊരു റാപ്പോ രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുവരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. മറ്റൊന്ന്, ഋതുരാജിൻ്റെ മോശം ഫോമും ക്യാപ്റ്റൻസിയും ആരാധകർക്കിടയിലും ടീമിലും സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സഞ്ജു ബാറ്റിങ്ങിൽ ഫോം വീണ്ടെടുത്താൽ ക്യാപ്റ്റൻസിയിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു കൂടായികയില്ല.